ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിൽ. ഒരു അധ്യാപികയ്ക്ക് 2-3 സ്കൂളുകളുടെ ചുമതല നൽകുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്നു എന്നാണ് രക്ഷിതാക്കളുടെ പരാതി. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ ഓരോ സ്കൂളുകളിലും നിർബന്ധമായി നിയമിക്കണമെന്ന 2023 ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഇനിയും നടപ്പാക്കാത്തതും പ്രതിസന്ധിക്ക് കാരണമാകുന്നു. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ടെന്നിരിക്കെയാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം തടസ്സങ്ങളില്ലാതെ ലഭിക്കാത്ത അവസ്ഥ നിലനിൽക്കുന്നത്. പൊതുവിദ്യാലയങ്ങളുടെ അന്തരീക്ഷത്തിൽ തന്നെ ഭിന്നശേഷി വിദ്യാർത്ഥികളും പഠിക്കണമെന്ന് വിദ്യാഭ്യാസ നയവും നടപ്പിലാക്കുന്നില്ല. സ്പെഷ്യൽ സ്കൂളുകൾ ഉപേക്ഷിച്ച് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികളുടെ കഴിവും മികവും വർദ്ധിച്ചതായി എല്ലാവരും സാക്ഷ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ പരിശീലനം സിദ്ധിച്ച അധ്യാപകരില്ലാത്തതാണ് ഈ പഠനരീതിക്ക് വിലങ്ങുതടിയാകുന്നത്. നമ്മൾ ഈ പൊതുവിദ്യാലയത്തിൽ വിടുന്നത് കുട്ടികൾക്ക് നല്ല മാറ്റമുണ്ടെന്ന് ഇതിൻ്റെ മുന്നേ ഉള്ള രക്ഷിതാക്കളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ. പിന്നെ ഡോക്ടേഴ്സ് നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ സ്കൂളിൽ, നോർമലായിട്ടുള്ള സ്കൂളിൽ വിടണം എന്നാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ മുകളിൽ വിട്ടത്. പക്ഷേ അവിടുത്തെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ട ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സ്ഥിരമായിട്ട് അവിടെ ഇല്ല. അത് വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത്. എല്ലാ പാരൻസും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം. നമ്മളത് കുറേ മുന്നേയും ടീച്ചേഴ്സിനോടാണ് നമ്മൾ പറഞ്ഞിരുന്നത്, ഒരു സ്ഥിരമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് വരാൻ വല്ല നിവൃത്തിയുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതാണിപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്നത്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ അത്രയൊന്നും എത്തിയില്ലെങ്കിലും സ്ഥിരമായിട്ടൊരു ടീച്ചർ അവിടെ കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഇതുപോലെ ഈ കേൾവിക്കുറവുള്ള കുട്ടികൾക്കൊക്കെ എയ്ഡൊക്കെ കിട്ടാതെയാകുമ്പോൾ അവർക്ക് എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് പഠിത്തത്തിനെയും നല്ലോണം ബാധിക്കുമല്ലോ. ഇങ്ങനത്തെ ഒരു കുട്ടിയാണല്ലോ, അതങ്ങനെ വളർന്നു പോയിക്കോളും എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. ആഴ്ചയിൽ മുഴുവൻ സമയവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനം പൊതുവിദ്യാലയങ്ങളിൽ വേണമെന്ന 2023 ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോഴും ആഴ്ചയിൽ 2 തവണ മാത്രമാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനം ലഭിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ കേരളത്തിലെ 14 ജില്ലകളിലും വിവിധ നിയമങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, കുട്ടികളുമായി ബന്ധപ്പെട്ട വിവിധ നിയമങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മീറ്റിംഗിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് കുട്ടികൾക്ക് ചില സാമ്പത്തിക പ്രയാസം കാരണം അവരുടെ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് ആവശ്യമായ തെറാപ്പികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് വിവിധ മീറ്റിങ്ങുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ തരത്തിലുള്ള ഏതെങ്കിലും ഉപകരണ വിതരണത്തിൽ ഡിലേയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് അതിൽ വലിയ പ്രയാസങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെ കമ്മീഷൻ പരിഗണിക്കും. അതിന്റെ ഭാഗമായിട്ടുള്ള ഇത് ഇനിയിപ്പോ ഈ മീറ്റിങ്ങുകൾ കഴിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന തലത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അവിടെ ഈ വിഷയങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകും. സ്കൂളിലെ പഠനാന്തരീക്ഷം പരമാവധി ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യവും ഇതോടെ അട്ടിമറിക്കപ്പെടുകയാണ്. സ്കൂളുകൾ സഹചാരി പദ്ധതി നടപ്പിലാക്കി NCC, NSS വോളണ്ടിയർമാരുടെ സഹകരണത്തോടെ കൂടുതൽ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യവും ഇതോടെ നടപ്പാക്കാതെ പോവുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.